ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അങ്കമാലിയിൽ ഒരു കൊച്ചു സെലിബ്രേഷനാണ്. അപ്പോൾ ഞങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും ഞങ്ങൾ ചെറിയൊരു സെലിബ്രേഷനായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേഴ്സറിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോ ആണ്, എല്ലാവരും മിസ്സാവാതെ കാണുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു കേക്ക് മുറിക്കലും പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയൊരു പുൽക്കൂടും പിന്നെ ക്രിസ്മസ് ട്രീ, അങ്ങനെ ഞങ്ങളുടെ അമ്മമാർ തമ്മിൽ ഫ്രണ്ട്സൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സമ്മാനങ്ങൾ കൈമാറ്റം, പിന്നെ അതേപോലെ തന്നെ കുട്ടികളുടെ സമ്മാനങ്ങൾ കൈമാറ്റം, അങ്ങനെ പല പല കുറച്ച് ഡാൻസ് കാര്യങ്ങളായിട്ട് നല്ല അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങളിതാ നേഴ്സറിയിൽ എത്തിയിട്ടോ. ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഞങ്ങളുടെ അമ്മമാരൊക്കെ കൂടിയിട്ട് 2 ദിവസം മുന്നേ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് അടിക്കട്ടോ. പിന്നെ അതേപോലെ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൊച്ച് സന്തോഷങ്ങളാട്ടോ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ. അപ്പോൾ അതിൽ ഞങ്ങൾ ബൾബൊക്കെ തൂക്കിയിട്ടുണ്ട്. ഒരു പച്ച കളർ ബൾബാണ്. അപ്പോൾ അത്ര വലിയ രാവിലെ ആയിരുന്നു അങ്ങനെ വെളിച്ചമൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ. രാത്രി നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അന്ന് അപ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ 2 ദിവസം മുന്നേ വന്നിട്ട് എല്ലാം സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ രാത്രിത്തെ ഫോട്ടോ. നല്ല അടിപൊളി മനോഹരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് 2-3 കുട്ടികളുടെ അമ്മ വരച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഇത് ക്രിസ്മസിൻ്റെ. അപ്പോൾ അതും ഞങ്ങൾ ക്രിസ്മസിൻ്റെ അവിടെ കൂടിൻ്റെ അവിടെ തന്നെ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ കുറേശ്ശെ വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ചുവപ്പ് ഡ്രസ്സും പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് നല്ല ചേലാണ് കേട്ടോ എല്ലാവരെയും കാണാനായിട്ട്. അപ്പോൾ മിക്കവരും അത് ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ നല്ല കളിയൊക്കെയാണ് കേട്ടോ. ഡാൻസും പാട്ടും കളിയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം അവർ നല്ല കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ഡാൻസ് കളഞ്ഞതിന് ശേഷം ഞങ്ങളിതാ കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ. ആദ്യം കേക്ക് മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് ഫോട്ടോസും പിന്നെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ തിന്നതിന് ശേഷം ഞങ്ങൾ ഗിഫ്റ്റ് കൈമാറുകയാണ്. അപ്പോൾ ഒരാഴ്ച മുന്നേ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാനും ഗിഫ്റ്റൊക്കെ മേടിക്കാനും സമയം വേണമല്ലോ. അപ്പോൾ നേരത്തെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ ഇന്നാണ് സമ്മാനങ്ങൾ ഞങ്ങളോടും കൈമാറുന്നത്. ഇതുവരെ ആർക്കാണ് കിട്ടിയേക്കണതെന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന്. എല്ലാവരും ഇന്നാണ് കേട്ടോ അറിയുന്നത്. അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യം ഐഫു ആണ് ഗിഫ്റ്റ് കൈമാറുന്നത്. അപ്പോൾ ഗിഫ്റ്റ് ഐഫുവിൻ്റെ കൂട്ടുകാരനാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൻ്റെ പേര് റയാൻ എന്നാണ്. അവൻ്റെ പേരാണ് അവൾക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ അവൾക്ക് സമ്മാനം കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു കാർഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൈമാറുകയാണ്. പിന്നെ ഐഫുവിൻ്റെ പേര് കിട്ടിയത് വേറൊരു കുട്ടിക്കാണ്. അപ്പോൾ ആ കുട്ടി ഐഫുവിന് സമ്മാനം കൊടുക്കുന്നതാട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പം ഇതാണ് സമ്മാനം കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ സമ്മാനമാണ് മേടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും വഴക്കാവുന്ന കാരണം എല്ലാവർക്കും ഒരേ സമ്മാനമാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സമ്മാനങ്ങളൊക്കെ കൈമാറുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. കുട്ടികൾ സമ്മാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി അമ്മമാരും ടീച്ചർമാരും തമ്മിലാണ് സമ്മാനങ്ങൾ കൈമാറുന്നത്. അങ്ങനെ
ഞാനാണ് ആദ്യം സമ്മാനം കൊടുത്തത്. അപ്പോൾ എനിക്ക് വീണ പേരെന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ പേരാണ് കേട്ടോ വീണ്. അപ്പോൾ അങ്ങനെ ടീച്ചറിന് ഞാൻ സമ്മാനം കൊടുത്തു. ഞാൻ കൊടുത്തത് ഒരു ക്ലോക്കാണ് കേട്ടോ. പിന്നെ എൻ്റെ പേര് കിട്ടിയത് ഒരു ഇത്താക്കാണ് കേട്ടോ. അപ്പോൾ ആ ഇത്തായും എനിക്ക് ഗിഫ്റ്റ് തന്നു കേട്ടോ. ആ ഇത്ത എനിക്ക് തന്നത് പേഴ്സാണ് കേട്ടോ. അപ്പം ഇനി സമ്മാനങ്ങളൊക്കെ തുറന്ന് കാണിച്ചു തരാവേ. ആദ്യം ടീച്ചറിന് കൊടുത്ത ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ തുറന്ന് നോക്കണത്. അപ്പോൾ ഞാനാണ് ടീച്ചറിന് കൊടുത്തത്. അപ്പം ടീച്ചർ ഗിഫ്റ്റ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലെന്താണെന്ന് നോക്കാം അല്ലേ. ഇതാണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ എന്നൊന്ന് കമൻ്റ് അടിക്കണം കേട്ടോ. അപ്പം ടീച്ചറിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ടീച്ചർ താങ്ക്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ടീച്ചർ വേറൊരു ടീച്ചറും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ആ ടീച്ചറിൻ്റെ സമ്മാനം കൂടി തുറന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സമ്മാനങ്ങളൊക്കെ തുറന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം എല്ലാം കൂടി നന്നായി എല്ലാത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഗിഫ്റ്റ് പൊളിക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ വലിയ വീഡിയോ ആവില്ല. അപ്പോൾ ഞാനൊന്ന് രണ്ടുപേരുടെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ടീച്ചർമാരുടെയും പിന്നെ എൻ്റെയും. അങ്ങനെ സമ്മാനങ്ങളൊക്കെ ടീച്ചർ അയച്ചു വിട്ടതാ. നല്ല ക്ലാസ്സുകളാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ സമ്മാനം കേട്ടോ ഞാൻ തുറന്നു നോക്കിയത്. അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് ഒരു പേഴ്സാണ്. അപ്പോൾ അതും തുറന്ന് നോക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി പേഴ്സായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ആഗ്രഹിച്ച് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഒരാഴ്ച മുന്നേ തന്നെ നമുക്ക് ആരാണ് ഫ്രണ്ട്, നമ്മുടെ ഫ്രണ്ട് ആരാണെന്നൊക്കെ ഒരു ആകാംക്ഷയായ ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആ ദിവസം നമ്മളിവിടെ വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ നിരത്തി വെച്ച് എല്ലാവരുടെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ പണ്ട് കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ഓർമ്മകളാണ് ഇപ്പോൾ നമ്മൾ പുതുക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു അവസരമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൈമാറി അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. ഇനി ഞങ്ങളത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പം അത് ഓരോരുത്തരും അങ്ങനെ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഓരോരുത്തർ ബിരിയാണിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം കുട്ടികളൊക്കെ വീണ്ടും കളിയിൽ ഏർപ്പെട്ടു. ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് കൊടുത്തു. അവരങ്ങനെ ഡാൻസൊക്കെ ചെയ്തു. അങ്ങനെ എൻജോയ്മെൻ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങളുടെ പരിപാടി അവിടെ അവസാനിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.